എന്തു പറ്റി? നീ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്? പീരീഡ്സ് ആണോ? അതെടെ പീരീഡ്സാ. നല്ല പെയിനും ഉണ്ട്, ബ്ലീഡിങ്ങും ഉണ്ട്. നിനക്ക് ഫൈബ്രോയിഡ് ഉള്ളതല്ലേ? അതെ. അതിപ്പോ കുറെ നാളായിട്ടുണ്ടല്ലോ. അത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണ്ടേ? സർജറി ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒരു പേര് സർജറി കഴിഞ്ഞിട്ടുള്ള പെയിന്, പിന്നെ നമുക്ക് ഈ ജോബിന്റെ ഇടയ്ക്ക് ലീവ് എടുക്കണം. ആകെ ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ് ഞാൻ. അത് ശരിയാണ്, പക്ഷെ അത് ഒരുപാട് നാളായില്ലേ, വെച്ചോണ്ടിരിക്കണ്ട. നമുക്ക് എന്തെങ്കിലും അത് ചെയ്യാം. എടാ നോക്കാം. ഹലോ, പറയടാ. എടാ എനിക്ക് നല്ല പെയിൻ ഉണ്ട്. എടാ, നമുക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. നീ ടെൻഷൻ അടിക്കാതെ. ആ. സർജറി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ? ഓക്കെ. ഓക്കെ, 20 വർഷത്തിന് മുമ്പ് നമുക്ക് ഇതിന് സർജറി മാത്രമായിരുന്നു ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സും അവൈലബിൾ ആണ്. അപ്പം ഈ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്രസിൻ്റെ അകത്തിരിക്കുന്ന ഈ ഫൈബ്രോയിഡ്സിന് സപ്ലൈ ചെയ്യുന്ന മുഴയ്ക്ക് നമ്മൾ ചെറിയൊരു ട്യൂബ് കയറ്റിയിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ബ്ലഡ് സപ്ലൈ നമ്മൾ പാർട്ടിക്കിൾസ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ഫൈബ്രോയിഡ്സിന് ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആവും ആൻഡ് ഫൈബ്രോയിഡ്സ് അവിടെ ഇരുന്ന് തന്നെ ചുരുങ്ങിപ്പോവും. പിന്നെ രണ്ടാമത്തെ ഡൗട്ട് വരുന്നത്, ഇത് ചെയ്യുമ്പോൾ യൂട്രസിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. ഒന്നും വരില്ല. യൂട്രസ് ഓട്ടോമാറ്റിക്കലി ഓവർ എ പീരീഡ് ഓഫ് 2 to 3 months റിക്കവർ ആവും. ബൈ 6 months ആ റിക്കവറി കംപ്ലീറ്റ് ആയിരിക്കും. ആൻഡ് ബൈ 6 months നമുക്ക് ഈ ഫൈബ്രോയിഡ്സ് കാരണം വരുന്ന ബ്ലീഡിങ്ങും കുറഞ്ഞ് പിന്നെ നോർമലൈസ് ആയിട്ട് വരും. ഈ ഫൈബ്രോയിഡ്സിൻ്റെ സൈസ് കുറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സിംറ്റംസ് ഇരിക്കുന്ന ഫൈബ്രോയിഡ്സ് കാരണം വരാൻ ചാൻസസ് ഇല്ല. അതും നമുക്ക് എംബോലൈസേഷൻ അല്ലാതെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ഫൈബ്രോയിഡ് മാത്രമാണ് ഉള്ളത്, അതിന് നമുക്ക് നീഡിൽ വെച്ച് കരിക്കുന്ന പ്രൊസീജിയർ അവൈലബിൾ ആണ്. അതാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് അബ്ലേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ആ ഫൈബ്രോയിഡിൻ്റെ അകത്ത് ചെറിയൊരു നീഡിൽ വെച്ചിട്ട് ആ നീഡിലിൻ്റെ ടിപ്പിൽ ഹീറ്റ് ജനറേറ്റ് ആവും. ആ ഹീറ്റ് കാരണം ഫൈബ്രോയിഡ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് അവിടെ ഇരുന്ന് തന്നെ കരിഞ്ഞു പോകും. ആൻഡ് കരിഞ്ഞിട്ട് അത് അതേപോലെ സ്ലോലി അങ്ങനെ ചുരുങ്ങി ക്ലിയർ ആവും.